ഞാനും എൻ്റെ ഒരു സുഹൃത്തും കുറച്ച് ദൂരെയുള്ള വനത്തിൽ ഹൈക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടുകാരി സാമന്തയും ഒരു റോഡ് ട്രിപ്പ് പോകാനായി കുറേ നാളായി ആലോചിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര പോകുന്നതിൽ ഞങ്ങൾ രണ്ടു പേർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഒരു 3 കൊല്ലം മുമ്പാണ്. എൻ്റെ പേര് ലിയോണ. അന്ന് ഞങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയമാണ്. കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അവൾക്കൊരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരി സമന്ത ട്രിപ്പ് പോകാനായി ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എൻ്റെ പ്രശ്നം തന്നെയാണ്. ജോലിയും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ട്രിപ്പ് പോകാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഞാൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഈ ട്രിപ്പ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. സാമന്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നതും ഇതിനൊരു കാരണമാണ്. എന്നാൽ എന്നേക്കാളും ഉത്സാഹം സാമന്തയ്ക്കായിരുന്നു. ട്രിപ്പ് പോകുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെപ്പറ്റിയും അവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റിനെ പറ്റിയും പിന്നെ അവിടെ ചെന്നാൽ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുകൂടാതെ യാത്രയ്ക്ക് പോകുമ്പോൾ കേൾക്കാൻ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റും വരെ അവർ ഉണ്ടാക്കിയിരുന്നു. ഈ വക കാര്യങ്ങളെല്ലാം സാമന്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. ഞാനാണ് എല്ലാ തവണയും ഈ ട്രിപ്പ് പോകുന്ന കാര്യം പറയുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു സങ്കടം തോന്നി. സാമന്ത ട്രിപ്പിനായി ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി. അതുമാത്രമല്ല, കുറേ നാളായി സാമന്തയെ നേരിട്ട് കണ്ടിട്ട്. എന്തായാലും ഇപ്രാവശ്യം അവളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനും പറ്റും. പുതിയ പുതിയ ഫുഡ് കഴിക്കാൻ പറ്റും. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും. ഇത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. എന്നാൽ ഞങ്ങൾ അവസാനം ട്രക്കിങ്ങിന് പോകാൻ ആലോചിക്കുന്നതിന് മുമ്പ് വരെ അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ശരീരപ്രകൃതി മെലിഞ്ഞതുമല്ല തടിച്ചവരുമല്ല. ഒരു സാധാരണ ശരീരപ്രകൃതിയായിരുന്നു ഞങ്ങളുടേത്. എനിക്ക് ഈ വരുന്ന സെപ്റ്റംബറിൽ 22 വയസ്സ് തികയും. സാമന്ത എന്നേക്കാളും 1 വയസ്സിന് എളുപ്പമാണ്. ഞങ്ങൾ ട്രിപ്പ് ആരംഭിച്ച് അവസാനത്തെ ദിവസമായപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണിട്ട റോഡ് കണ്ടുപിടിച്ചു. ആ വഴിയോട് ചേർന്ന് നല്ലൊരു നദി ഒഴുകി നീങ്ങുന്നുണ്ട്. അത്യാവശ്യം താഴേക്ക് കുത്തനെയാണ് നദി ഒഴുകുന്നത്. ഒരു ചെറിയ കുന്നിലൂടെയാണ് ഈ മൺപാത പോകുന്നത്. ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഹൈക്കിങ്ങിന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല, ഈ വഴിയെ അധികമാരും പോയിട്ടുള്ളതായി തോന്നിയിരുന്നില്ല. ബാക്കിയുള്ള വഴിയെല്ലാം ഒരുപാട് പേര് ട്രെക്കിംഗ് ചെയ്യുന്നതായി കണ്ടു. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ വഴി തന്നെയാണ് ട്രെക്കിങ്ങിന് പോകാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. ഹൈക്കിംഗ് ആരംഭിച്ചപ്പോൾ നല്ലപോലെ ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ചു. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ദൂരെയായി നീല നിറത്തിലുള്ള നദി പരന്നൊഴുകുന്നത് കാണാം. ഞങ്ങൾ പോകുന്ന വഴിക്കിരുവശവും വലിയ പൈൻ മരങ്ങളും കുറ്റിച്ചെടികളുമുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഉയരത്തിലേക്ക് കയറും തോറും ചെറിയ ശ്വാസതടസ്സം ഞങ്ങൾക്ക് നേരിട്ട് തുടങ്ങി. എന്നാലും അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴി വലിയ മലകളും കൊക്കകളും നിറഞ്ഞ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് താഴേക്ക് വീണാൽ 10-20 അടി താഴ്ചയിലേക്കാണ് വീഴുക. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സമാന്ത പെട്ടെന്ന് നിന്നു. അതുകൊണ്ട് തന്നെ പുറകെ വന്ന ഞാൻ മുന്നിൽ നിന്ന സമാന്തയുമായി ഒരു കൂട്ടിയിടി നടന്നു. കാരണം ഞാൻ നിലത്ത് നോക്കിയായിരുന്നു നടന്നിരുന്നത്. സമാന്ത നിന്നത് കണ്ടില്ല. വീഴാൻ പോയ സമാന്തയെ ഞാൻ പെട്ടെന്ന് പിടിച്ചു. അവൾ നിന്നത് എന്തിനാണെന്ന് അറിയുവാനായി ഞാൻ മുന്നിലേക്ക് നോക്കി. ഞങ്ങൾ പോകുന്ന വഴിക്ക് നടുവിലായി ഒരു മാൻ റോഡിന് കുറുകെ നിൽക്കുന്നു. ഞാൻ സമാന്ത നിന്നിരുന്നതിൻ്റെ മുന്നിലേക്ക് നോക്കി നന്നായി ശ്വാസമെടുത്തു. കയറ്റം കയറിയതിനാൽ ഞങ്ങൾ നല്ലവണ്ണം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ ആ മാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് ഞങ്ങളെ കണ്ട് തലചരിച്ച് ഒന്ന് നോക്കി. പിന്നെ ആ മാൻ പൈമരങ്ങൾക്ക് ഇടയിലേക്ക് കയറിപ്പോയി. അപ്പോൾ തന്നെ സമാന്ത ആശ്ചര്യത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനത് കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു, അതൊരു മാനല്ലേ, നല്ല രസമുണ്ട്. അത് പോട്ടെ സമന്ത, നീ ആ മാനിനെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചു. എന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, നമ്മൾ 2 മനുഷ്യർ അടുത്ത് നിന്നിട്ട് കൂടി ആ മാനിന് യാതൊരു ഭയമൊന്നും കണ്ടില്ല. അതുമല്ല, അത് കുറേ നേരം നോക്കി നിൽക്കുകയും ചെയ്തു. മറ്റു കാര്യം നീ ശ്രദ്ധിച്ചിരുന്നോ? അതിൻ്റെ വായിൽ നിന്ന് തുപ്പൽ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതുമല്ല, വേറെ എന്തോ തരത്തിലുള്ള ഒച്ചയല്ലേ അതുണ്ടാക്കിയത്? പക്ഷേ ഞാൻ പറഞ്ഞതിനെ സാമന്തി എറുത്തു. അതൊരു കുഴപ്പവുമില്ലെന്നേ.
അത് നമ്മളെ കണ്ടതുകൊണ്ട് ആശ്ചര്യപ്പെട്ടു നോക്കിയതാണ്. ആ ഒരു കാര്യം വിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആസ്വദിച്ചു. ഞങ്ങൾ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ ശ്രദ്ധിച്ചായിരുന്നു നടന്നിരുന്നത്. അവിടുന്ന് തെന്നിപ്പോയാൽ 20 അടി താഴ്ചയിൽ വെള്ളത്തിലേക്കാകും വീഴുക. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്തു. ഒരിടത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായി നിന്നപ്പോൾ കാട്ടിൽ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് എന്തോ അനങ്ങുന്നത് കണ്ടു. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടതുവശത്ത് ഉയരമുള്ള മലയും താഴെഭാഗത്തു കൊക്കയും അതിന് താഴെ നദിയുമാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മുകളിലായി ചെടികൾക്കിടയിൽ എന്തോ അനങ്ങുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. എൻ്റെ കയ്യിൽ ഒരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് കയ്യിൽ പിടിച്ചു. ഏതെങ്കിലും മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ബിയർ സ്പ്രേയും ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്പ്രേ പിടിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ നടക്കുന്നതിന് സമാന്തരമായി എന്തോ ഒന്ന് മുകളിലെ വനത്തിലൂടെ നീങ്ങുന്നതായി. ഞങ്ങൾ നടക്കുന്ന അതേ വേഗതയിൽ തന്നെയാണ് അത് നടക്കുന്നത്. അത് നീങ്ങുന്ന ശബ്ദം കേട്ടാൽ അറിയാം അത് വലിപ്പമുള്ള എന്തോ ആണെന്ന്. ഞങ്ങൾ നടന്ന് അല്പം കയറ്റത്തിലേക്കെത്തി. അവിടം അല്പം വീതി കൂടിയ പ്രദേശമാണ്. നടക്കുന്നതിന് ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസം തോന്നി. ഇത്രയും നേരം ഞങ്ങൾ മലയുടെ മുനമ്പിലൂടെയായിരുന്നു നടന്നിരുന്നത്. എനിക്ക് കോളേജിൽ വെച്ച് കാലിന് ഒരു പരിക്ക് പറ്റിയിരുന്നു. ചെറിയ രീതിയിൽ കാല് ഉളുക്കിയിരുന്നു. ഞാനത് ആദ്യം അത്ര കാര്യമാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറെ ഒന്നും കാണിച്ചുമില്ല. ഇത്രയും ദൂരം നടന്നപ്പോൾ അന്ന് കാലുളുക്കിയ ഭാഗത്ത് അത്യാവശ്യം വേദനയും തോന്നിയിരുന്നു. ഞാൻ മൊബൈലിൽ നോക്കിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി മുകളിലാണെന്ന് മനസ്സിലായി. മലകയറ്റം നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒന്നാമത് മുകളിലേക്ക് കയറും തോറും ഞങ്ങൾക്ക് നന്നായി ശ്വാസതടസ്സം നേരിട്ടിരുന്നു. ഞാൻ ഫിറ്റാണെന്നാണ് കരുതിയത്. ഇത്രയും കയറിയപ്പോൾ തന്നെ പ്രശ്നമാണെങ്കിൽ കൂടുതൽ മുകളിലോട്ട് കയറിയാൽ കൂടുതൽ പ്രശ്നമായേക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എന്തായാലും കുറച്ചിരുന്നിട്ട് പോകാം എന്ന് കരുതി. സാമന്തയും ഇതിനോടകം തന്നെ നന്നായി ക്ഷീണിച്ചിരുന്നു. സാമന്തയും ഞാനും വഴിവക്കിൽ ഒരു ചെറിയ പാറയുടെ മുകളിൽ ഇരുന്നു. അപ്പോഴാണ് സാമന്ത കുറച്ച് പൂക്കൾ കണ്ടിട്ട് ഫോട്ടോ എടുക്കാനായി വനത്തിലേക്ക് കയറിയത്. അവൾ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ അല്പനേരം ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ആരോ എന്നെ നോക്കുന്നത് പോലൊരു തോന്നൽ എനിക്കുണ്ടാകാൻ തുടങ്ങി. ഉടനെ തന്നെ എൻ്റെ പുറകിലായി ഇലകളനങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഉടനെ സമന്ത എന്ന് ഉറക്കെ വിളിച്ചു. അതിനോടൊപ്പം ഞാൻ എൻ്റെ സ്പ്രേയും കയ്യിൽ പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒന്ന് കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാനതിനെ ശ്രദ്ധിച്ചു നോക്കി. അതൊരു മാനാണ്. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, മുമ്പ് കണ്ട അതേ മാൻ തന്നെയാണത്. ആ മാനിൻ്റെ വായിൽ നിന്നും തുപ്പൽ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല എൻ്റെ നേരെയാണ് വരുന്നത്. അത് മെല്ലെ മെല്ലെയാണ് നടന്നു വരുന്നത്. നടക്കുമ്പോൾ കുടിയന്മാർ നടക്കുന്നത് പോലെ ആടിയാണ് വരവ്. വായിൽ നിന്ന് തുപ്പൽ താഴേക്ക് വീഴുന്നുമുണ്ട്. അത് അടുത്തേക്ക് വരുംതോറും അതിനെ കൈവച്ച് ആട്ടി ഓടിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്കതിനെ കണ്ടിട്ട് പാവം തോന്നി. എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അതിൻ്റെ നടപ്പ് കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം പേടി തോന്നി. എൻ്റെ അടുത്ത് വന്ന് തലചിരിച്ച് എന്നെ നോക്കി. എന്നെ എന്തോ സ്റ്റഡി ചെയ്യുന്നത് പോലെ. എൻ്റെ അടുത്ത് വന്നത് ഒരു വല്ലാത്ത രീതിയിൽ ഒച്ച വെച്ചു. മാത്രമല്ല ഒരു വൃത്തികെട്ട രീതിയിൽ വായ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സാമന്ത എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും സാമന്ത കാട്ടിൽ നിന്ന് ഓടിയിറങ്ങി വന്നു. ഞാൻ അവളെ നോക്കി തിരികെ മാനിനെ നോക്കിയപ്പോൾ ആ മാനിനെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ സാമന്ത ഓടി വന്ന് ചോദിച്ചു, എന്താ, എന്തു പറ്റി? ഒന്നുമില്ല, ആ വൃത്തികെട്ട മാനിനെ നമ്മൾ കണ്ടില്ലേ, അത് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. ഒരു മാനിനെ ഇങ്ങനെ പേടിക്കുന്നത് മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. സാമന്ത, അതിന് വല്ല പേയ് ഇളകിയത് വല്ലോ ആയിരിക്കും. അത് പാവം ശരിയാണ്. അതിനെന്തെങ്കിലും അസുഖം കാണും. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ പേയ് ഇളകിയതായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫോറസ്റ്റുകാരെ കാര്യം അറിയിച്ചേക്കാം, സാമന്ത പറഞ്ഞു. ശരിയാ, ഫോറസ്റ്റുകാരെ ഇക്കാര്യം അറിയിച്ചേക്കാം. എന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. സാമന്ത മുന്നിലായിരുന്നു നടന്നിരുന്നത്. ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ സാമന്ത അങ്ങോട്ട് ഓടിപ്പോയി അവിടെ നിന്ന് അവൾ ഫോട്ടോ എടുക്കുമായിരുന്നു. വലിയ മലകയറ്റമായിരുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. സാമന്ത പിന്നെ ഓടി ഫോട്ടോ എടുക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഞാനപ്പോൾ ശ്വാസം കിട്ടാനായി ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറിയിരുന്നു. അവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ ഫോണെടുത്ത് നേരെയാക്കി. ആ സമയത്താണ് ഞാൻ സാമന്തയുടെ ശബ്ദം കേട്ടത്. അവൾ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വരുക എന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങി.
അപ്പോഴാണ് സാമന്തയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ടത്. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. സാമന്ത എന്ന് വിളിച്ച് ഒച്ച കേട്ട ഭാഗത്തേക്ക് വേഗം നടക്കാൻ തുടങ്ങി. അല്പം ദൂരെയായി സാമന്തയുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നടത്തം നിർത്തി ഞാൻ അങ്ങോട്ടേക്ക് ഓടി. ആദ്യം അവൾ പേടിച്ച് കരയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ പിന്നീട് വേദനിച്ച് കരയുന്നത് പോലെ. ഒച്ചയുടെ ടോൺ മാറിക്കൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ മാത്രമേ ഈ സ്പ്രേ ഉള്ളൂ. അവളുടെ കയ്യിൽ രക്ഷപ്പെടാൻ ഒരു സാധനവുമില്ല. ഉള്ളത് ഫോൺ മാത്രമാണ്. ഞാൻ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. നേരെ മുന്നോട്ട് നോക്കിയാണ് ഞാൻ ഓടുന്നത്. ഈ ഓടുന്ന സമയത്ത് എൻ്റെ കാല് തെന്നി ഞാൻ താഴേക്ക് വീണു. ഞാൻ നിലത്ത് വീണത് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ താഴേക്ക് ഉരുണ്ടു പോവുകയാണ്. ഒടുവിൽ ഞാൻ ഒരു 15 അടി താഴ്ചയിലേക്ക് വീണു. അപ്പോൾ അന്തരീക്ഷമാകെ ഇരുണ്ട് തുടങ്ങിയിരുന്നു. ഞാൻ ഒരുവിധം എഴുന്നേക്കാൻ ശ്രമിച്ചു. എഴുന്നേക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്. വല്ലാത്തൊരു ഭയം എന്നെ ബാധിച്ചു. ഞാൻ കൈകൾ മുട്ടിലൂന്നി ഒന്ന് എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് സാമന്ത കരിഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഈ സാമന്ത എവിടെ? ദൈവമേ, അവൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? ഞാൻ അവിടെ തന്നെ ഇരുന്ന് സാമന്ത എന്ന് ഉറക്കെ വിളിച്ചു. എൻ്റെ ഒച്ച എൻ്റെ തൊണ്ടക്കുഴിയിൽ കുടുങ്ങിയതുപോലെയായിരുന്നു. ശബ്ദമൊട്ടും പുറത്തേക്ക് വന്നില്ല. അതുമല്ല, ഇപ്പോൾ സാമന്തയുടെ കരച്ചിൽ കേൾക്കുന്നുമില്ല. പെട്ടെന്നാണ് മറ്റൊരു കാര്യം ഞാൻ ഓർത്തത്. എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, അതിൽ വിളിക്കാമല്ലോ എന്ന്. ഞാൻ എൻ്റെ പോക്കറ്റിൽ ഫോൺ തപ്പി നോക്കി. കാണുന്നില്ല. ആ വീഴ്ചയിൽ ഫോൺ പോയിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ചുറ്റും നോക്കി. അല്പം മാറി ഫോൺ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരു കുഴപ്പവുമില്ല. ഞാൻ സാമന്തയുടെ നമ്പറിൽ വിളിക്കാനായി ശ്രമിച്ചു. പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ എൻ്റെ തോളിലുണ്ടായിരുന്ന ബാക്ക് പാക്ക് എടുത്തു തുറന്നു. അതിൽ കൈയിട്ട് നോക്കി. ഫസ്റ്റ് എയ്ഡ് കിറ്റും മറ്റും അതിലുണ്ടായിരുന്നു. ഞാൻ പരിക്ക് വെച്ച് കെട്ടാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഓർത്തത്, അതിപ്പോൾ വേണ്ട, ആദ്യം സമന്തയെ കണ്ടെത്താം, അത് കഴിഞ്ഞാകാം പരിക്കൊക്കെ നോക്കുന്നത്. അപ്പോൾ എൻ്റെ കൈവശം ഒരു കത്തിയും ഒരു ഹെഡ് ലാമ്പും ഉണ്ടായിരുന്നു. ഞാൻ ഹെഡ് ലാമ്പ് എടുത്ത് തലയിൽ വെച്ചു. കയ്യിൽ കത്തി മുറുക്കെ പിടിച്ചു. ഞാൻ വീടിനടുത്തേക്ക് എത്താൻ ഒരു 20 മിനിറ്റോളം എടുത്തു. അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. അത്രയും എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാലിൽ കൂടി ചോര നന്നായി വാർന്നു പോകുന്നുണ്ടെന്ന്. എവിടെയോ മുറിവ് പറ്റിയിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഇരുട്ട് കൂടിയിരിക്കുന്നു. ഇരുട്ടുള്ളത് കൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നല്ല പേടിയും ഒപ്പം എങ്ങനെയും മുകളിലേക്ക് എത്തണമെന്ന മനോഭാവത്തിൽ കുറ്റിച്ചെടിയിലും കല്ലിലും പിടിച്ച് ഒരുവിധം മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. 15 അടിയോളം മുകളിലേക്ക് കയറിയപ്പോൾ വല്ലാത്തൊരു ക്ഷീണം തോന്നി. ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് പോകാനുള്ള ശക്തിയില്ല. ഞാൻ അത്രയ്ക്ക് അവശയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പിന്നിലായി ഇലകളനങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ അങ്ങോട്ടേക്ക് തലചിരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന തോന്നൽ വന്നു തുടങ്ങി. ആരോ എന്തോ സമാന്തയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈരിട്ടിൽ. ഞാൻ അവളുടെ പേര് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു. എനിക്ക് തിരിച്ച് യാതൊരു മറുപടിയും കിട്ടിയില്ല. ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. മുറിവേറ്റ കാലിൽ നിന്ന് നന്നായി രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ആ കാല് അമർത്തി നിലത്ത് ചവിട്ടാതെ ഞൊണ്ടി ഞൊണ്ടി അവസാനമായി സമാന്തയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നീങ്ങി. കുറച്ചങ്ങ് കയറിയപ്പോൾ ഒരു നിരപ്പായ പ്രദേശത്തേക്കെത്തി. മുടന്ന് നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് വേഗം നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, വളരെ മോശമായൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സമാന്തയെ വീണ്ടും വിളിച്ചു. ഒരു മറുപടിയും കിട്ടുന്നില്ല. സമാന്തയെ കാണുന്നുമില്ല. ആ മോശം ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി. ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും വീണ് പരിക്ക് പറ്റി കിടപ്പുണ്ടായിരിക്കും എന്നോർത്തു. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. എനിക്ക് അപ്പോഴും ഒരു ഉത്തരവും ലഭിച്ചില്ല. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എൻ്റെ തൊണ്ട ഇടറാൻ തുടങ്ങി. എന്തോ അവൾക്ക് കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും അവളെ അന്വേഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സമാന്ത എന്തായാലും എന്നെ ഇവിടെ ഒറ്റയ്ക്കായി പോകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഞാനും അത് ചെയ്യില്ല. ചിലപ്പോൾ എന്നെ കാണാത്തത് കൊണ്ട് അവളെന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കുമോ? ചിലപ്പോൾ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകും. ശരിയല്ലല്ലോ, ഇപ്പോൾ കുറേ സമയമായല്ലോ. അവൾ ആരെങ്കിലും കൂട്ടി വന്നെങ്കിൽ എന്നെ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു.
അപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവൾ എങ്ങോട്ടും പോയിട്ടില്ല എന്ന്. ഒച്ചകെട്ട സ്ഥലത്തൊക്കെ ഞാൻ പോയി നോക്കി സമാന്ത ഉണ്ടോ എന്ന്. അവളെ തപ്പുന്നതിനിടയിൽ എൻ്റെ കാല് ചെളിയിൽ താഴ്ന്നു പോയി. അപ്പോൾ തന്നെ ഞാൻ ചെളിയിലേക്ക് വീണു. എൻ്റെ തലയിലെ ഹെഡ്ലാമ്പിൽ ചെളി പറ്റി. ചെളി പറ്റിയതുകൊണ്ട് തന്നെ ഹെഡ്ലാമ്പിൻ്റെ വെട്ടം കുറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പിന്നിൽ ഇലകളമരുന്ന ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് വല്ലാത്തൊരു മണം അനുഭവപ്പെടാൻ തുടങ്ങി. ചോരയുടെയും ചെളിയുടെയും മണം പോലെ തോന്നി. എൻ്റെ വായിൽ കൂടി രക്തം വരുന്നുണ്ട്. ഈ ചെളിയിൽ വീണതുകൊണ്ട് എൻ്റെ ഷർട്ടും പാൻറ്റുമെല്ലാം ചെളിയിൽ വീണ് കുതിർന്നിരുന്നു. പുറകിലുള്ള ശബ്ദം കൂടി വന്നു. അപ്പോൾ ഞാൻ വ്യക്തമായി കേട്ടു ആരോ നടക്കുന്നത് പോലുള്ള പദചലനം. ഞാൻ വെട്ടിത്തിരിഞ്ഞു. ഒരു കയ്യിൽ കത്തിയും മറുകയിൽ സ്പ്രേയും പിടിച്ചു. ഞാനൊന്ന് എഴുതേക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ എന്തോ ഒരു സാധനം എൻ്റെ മുകളിലേക്ക് വീണതുപോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ സാമന്ത ഈ ചെളിയിൽ വീണുപോയിട്ടുണ്ടാകുമോ? എങ്ങനെയെങ്കിലും ഈ ചെളിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ നേർക്ക് വരുന്ന ഈ സാധനത്തിൻ്റെ മുന്നിൽ നിന്ന് എന്തായാലും ഈ ചെളിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്തും വരട്ടെ എന്ന് കരുതി കത്തിയും സ്പ്രേയും പിടിച്ച് അവിടെ നിന്നു. വരുന്നവൻ ആരുമാകട്ടെ നേരിടാമെന്ന നിലയിൽ. കുഷ്ടപ്പ് അടുത്തേക്കടുത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ പുറകിലായി മെല്ലെ ശ്വാസം എടുക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഉടനെ തന്നെ വെട്ടിത്തിരിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ സാമർ നിൽക്കുന്നു. അവൾ നന്നായി ശ്വാസം എടുക്കുന്നുണ്ട്. അതുമല്ല, അവൾ രക്തത്തിൽ കുളിച്ചാണ് നിൽക്കുന്നത്. അവളുടെ ഷർട്ടും പാൻസുമെല്ലാം കീറിയിട്ടുമുണ്ട്. ഞാൻ സാമന്തയെ കണ്ടപ്പോൾ അവളെ കണ്ട സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. പയ്യ ചെളിക്കുണ്ടിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്കിറങ്ങി. ഒരു വിധത്തിൽ സാമന്തയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, ഹോ, താൻ വന്നല്ലോ, സമാധാനമായി. ഞാൻ വിചാരിച്ചു തന്നെ ഈ കാട്ടിൽ കാണാതായെന്ന്. ഞാൻ ചെന്ന് സാമന്തയെ കെട്ടിപ്പിടിച്ചു. ഞാനിതൊക്കെ ചെയ്തിട്ടും അവളൊരു ഭാവം പ്രകടിപ്പിക്കാതെ പ്രതിമ കണക്കെ നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് അവളിൽ നിന്ന് മാറാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഷർട്ട് രണ്ടും ഒട്ടിപ്പിടിച്ചിരുന്നു, രക്തവും ചെളിയും കാരണം. ഞാൻ സമന്തയെ നോക്കുമ്പോൾ അവളുടെ കഴുത്തിലും ഷർട്ടിലും ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ചോരക്കര കണ്ടു. അതുപോലെ കയ്യിലും വായിലുമെല്ലാം ചോര പുരണ്ടിരിക്കുന്നു. അതുമല്ല, അവൾ ശ്വാസം വിടുന്നത് വല്ലാത്തൊരു തരം ഒച്ച പ്രകടിപ്പിച്ചുകൊണ്ടാണ്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അവൾ എന്നോട് ഒന്നും പറയാതെ തന്നെ നോക്കി നിന്നു. അവൾ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അവളുടെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. ആ നിൽക്കുന്ന നിൽപ്പിൽ സാമന്ത ചെറുതായി ആടുന്നുമുണ്ട്. അവൾക്ക് നടക്കുന്നതിൽ പ്രശ്നമൊന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാമന്ത വളരെ പതിയാണ് നടക്കുന്നത്. അവൾ എൻ്റെ ഒപ്പം നടക്കുന്നില്ല. എനിക്ക് ഭയം തോന്നി. അതിനാൽ ഞാൻ സാമന്തയുടെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സാമന്ത നടത്തി നിർത്തും, എന്നിട്ട് പുഴയിലേക്ക് നോക്കി നിൽക്കും. അപ്പോൾ ഞാൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് പിന്നെയും കൂടെ കൊണ്ടുവരും. കുറേ സമയം എടുത്താണ് ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും എത്തിയത്. നടന്ന് എൻ്റെ കാലിന് നല്ല വേദനയായിരുന്നു. അപ്പോൾ കാട് ഭയങ്കരമായ നിശബ്ദതയിലായി. അപ്പോഴേക്കും എൻ്റെ പേടി ഇരട്ടിച്ചു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായി എൻ്റെ ചിന്ത. കാറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കാർ ആരോടിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായി. എൻ്റെ കാലിനാണെങ്കിൽ ഭയങ്കര വേദന. സാമന്ത ഇപ്പോഴും നോർമലായിട്ടുമില്ല. പോലീസിനെ വിളിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. കാറിൻ്റെ അരികിലെത്തിയപ്പോൾ മറ്റൊരു ഭയം എന്നിൽ നിറഞ്ഞു. ഇവളെ പരിക്കേൽപ്പിച്ച ആ സാധനം ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടാവുമോ എന്ന്. എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപകടകരമാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാമന്തയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇത് അവളുടെ വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഓടിക്കട്ടെ എന്ന് സാമന്തയോട് ചോദിച്ചു. പക്ഷേ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ ശരിക്കും ഉരുണ്ടു വീണിട്ടാണ് ഇത്രയും പരിക്ക് പറ്റിയത്. എന്നാൽ ഇവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവളൊന്നും മിണ്ടാത്ത സ്ഥിതിക്ക് ഒന്നും മനസ്സിലാകുന്നുമില്ല. എന്തായാലും ഇവിടുന്ന് വേഗം പോകണം. മെയിൻ റോഡിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ തപ്പി കണ്ടുപിടിക്കണം എന്നായി എൻ്റെ ചിന്ത. കാറിൻ്റെ താക്കോൽ എൻ്റെ ബാഗിലായിരുന്നു. ഞാൻ കാർ അൺലോക്ക് ചെയ്ത് കാറിനകത്തേക്ക് കയറി. കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് സാമന്ത വണ്ടിക്കകത്തോട്ട് കയറുന്നില്ല. അവിടെ പ്രതിമ പോലെ നിൽക്കുകയാണ്. എടി സാമന്ത, അകത്തോട്ടൊന്ന് കയറ് പ്ലീസ്, അവിടെ എന്തോ ഉണ്ട്, വേഗം. ഇത് പറഞ്ഞപ്പോൾ സാമന്ത എൻ്റെ നേരെ നോക്കി ചുണ്ട് തുണയാൻ തുടങ്ങി. ഒരു വല്ലാത്ത രീതിയിൽ എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ നീലക്കണ്ണുകൾ മുഴുവൻ കറുത്തതുപോലെ എനിക്ക് തോന്നി. ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഞൊണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നു. സാമന്ത നിൽക്കുന്ന വശത്തെ ഡോർ തുറന്ന് അവളെ കാറിൻ്റെ അകത്തേക്ക് കയറ്റി. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു. അവൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുത്തു. വണ്ടി പെട്ടെന്ന് മുന്നിലേക്ക് എടുത്തു.
മിററിൽ കൂടി ഞങ്ങളെ എന്തെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കി. ഇടയ്ക്കിടെ ഞാൻ സമാന്തയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വായിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. മാത്രമല്ല ഇടയ്ക്കിടെ അവളെന്നെ തുറച്ചു നോക്കുന്നുമുണ്ട്. റോഡ് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഞാൻ കണ്ടു അവളുടെ വായിൽ നിന്ന് തുപ്പൽ സൈഡിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. സമാന്ത, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഓക്കെ അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാ തുറക്കാനും അടയ്ക്കാനും തുടങ്ങി. കാറിൻ്റെ വിൻഡോ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവൾ ശ്വാസം വിടുമ്പോൾ വല്ലാത്തൊരു മണവുമുണ്ടായിരുന്നു. എനിക്ക് വലിയ മെഡിക്കൽ അറിവുകളൊന്നുമില്ല. എന്നാലും സമാന്തയുടെ ലങ്സിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. വായിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. പേടിക്കേണ്ട, ഹോസ്പിറ്റലിൽ ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ എന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പറഞ്ഞ് പെട്ടെന്ന് വണ്ടി ഓടിച്ചു. നല്ല സ്പീഡിൽ ഓടിച്ചതുകൊണ്ട് തന്നെ 10 മിനിറ്റിൽ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ഒരു വിധത്തിൽ സമാന്തയെ കാറിൽ നിന്ന് പുറത്തേക്കിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമാന്തയുടെ ഷർട്ട് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ അങ്ങനെയായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാനത് വലിയ കാര്യമാക്കിയില്ല. ഞങ്ങൾ എമർജൻസി വിഭാഗത്തിലേക്ക് നടന്നു. ഞങ്ങളെ കണ്ടപ്പോഴേ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് റൂമൊക്കെ തയ്യാറാക്കി തന്ന് പരിശോധിക്കാൻ തുടങ്ങി. എനിക്ക് തല തട്ടിമുറിഞ്ഞതിൻ്റെ ഒരു പ്രശ്നവും പിന്നെ ശരീരത്തിൽ കുറച്ച് സ്റ്റിച്ചുകളും വേണ്ടി വന്നു. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്തു. എൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ വന്ന നേഴ്സിനോട് ഞാൻ ചോദിച്ചു, സമാന്ത അവൾക്ക് എങ്ങനെയുണ്ട് എന്ന്. അവളെ എന്തോ അറ്റാക്ക് ചെയ്തിരുന്നു. അത് മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ രാവിലെ അവൾ മല കയറാൻ പോരുമ്പോൾ ഷർട്ട് നേരെയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ അവൾ അത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അവൾ പേ പിടിച്ചതുപോലെയുള്ള ലക്ഷണമൊക്കെ കാണിച്ചിരുന്നു എന്നും പറഞ്ഞു. ഇത് കേട്ടിട്ട് നേഴ്സ് പുറത്തേക്ക് പോയി. എന്നാൽ അല്പം കഴിഞ്ഞ് നേഴ്സ് തിരിച്ചു വന്നു. നേഴ്സിൻ്റെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചിരുന്നു. ഞാൻ എന്തായെന്ന് ചോദിച്ചു. സമാന്ത ഇവിടെ ഇല്ല എന്ന് നേഴ്സ് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവൾക്ക് കുറേ മുറിവുകൾ ഉണ്ടായിരുന്നല്ലോ, അവൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. അവൾക്ക് പുറമെ പരിക്കുകളൊന്നുമില്ലായിരുന്നു. അവൾക്ക് എന്തെങ്കിലും ആന്തരിക മുറിവുകൾ ഉണ്ടോ എന്നറിയാൻ ഞങ്ങൾ പരിശോധന നടത്താനായി ഞങ്ങൾ അവളെ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുത്തി. ആ സമയം തന്നെ സമാന്ത അവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഞങ്ങളത് അറിഞ്ഞത് അവൾ പോയ വഴിയുള്ള ചോര പറ്റിയ കാൽപ്പാടുകൾ കണ്ടിട്ടാണ്. ഈ സംഭവങ്ങളെല്ലാം ആഴ്ചകൾക്ക് മുന്നെയാണ് സംഭവിച്ചത്. അതിനുശേഷം ഞാൻ സമാന്തയെ കണ്ടിട്ടില്ല. അവളുടെ അമ്മയെയും ഞാൻ കണ്ടിട്ടില്ല. പോലീസ് ഇപ്പോഴും അവളെ അന്വേഷിക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് സമാന്തയുടെ തലയ്ക്ക് പറ്റിയ ക്ഷതം മൂലം എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടായി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്നാണ്. എല്ലാം ശരിയാകുമ്പോൾ തനിയെ തിരിച്ചു വന്നോളുമെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ 2 ദിവസം മുമ്പ് വന്ന ന്യൂസിൽ ഒരു വാർത്തയും കേട്ടു. അത് ഇങ്ങനെയാണ്: ഞങ്ങൾ പോയ വഴിയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തി. എന്തോ ഒരു മൃഗം അറ്റാക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് ആരുടെ അസ്ഥികൂടമാണെന്ന് അറിയുവാനായി ഡെൻ്റൽ റെക്കോർഡ് പരിശോധിക്കുകയാണെന്ന് ന്യൂസിൽ കണ്ടു. എനിക്കപ്പോൾ തോന്നി അത് സമാന്തയാണോ എന്ന്. അന്ന് രാത്രി ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ആ കാട്ടിലേക്ക് തന്നെയായിരിക്കും അവൾ പോയിരിക്കുന്നത്. അതിൽ എൻ്റെ തെറ്റുമുണ്ട്. ഞാൻ ആ കാട്ടിൽ നിന്ന് രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ചിലപ്പോൾ സമാന്തയെ തന്നെ ആയിരിക്കുമോ എന്നതിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് വേറെ എന്തോ ആയിരുന്നുവെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒന്നുകിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവളെ വീണ്ടും വശീകരിച്ച് കാട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്.